ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ രണ്ടാളേ ഉള്ളൂ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മാത്രം മതിയാവും. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഉണ്ടാവും വാനില എസൻസും കൂടി അതിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ പാല് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഉരുക്കിയ ബട്ടറാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതേ ഉരുക്കിയെടുത്ത ബട്ടറും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻ വെച്ച് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതേ ചൂടായ പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് ഒരു സൈഡ് ഒന്നായി വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പുറത്തെ സൈഡും 1-2 സെക്കൻഡ് ഒന്ന് വെച്ച് നമുക്കത് എടുക്കാം കേട്ടോ. അപ്പം അതേ നമ്മുടെ പാൻ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹണി ഒഴിച്ച് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആവശ്യത്തിനുള്ള ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഭംഗിക്ക് ഒരു പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്ലൂബെറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് നമ്മളൊരു വെജിറ്റബിൾ പുലാവും പിന്നെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ പുലാവിലേക്ക് ഞാൻ ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ വെജിറ്റബിൾ പുലാവിനുള്ള വെള്ളമൊക്കെ വെച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇടുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്തെടുത്തുള്ള ഒരു 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 5-10 ബീൻസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി അതിലേക്കിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് കഴുകി ഒന്ന് കുതിർത്തെടുക്കുക. അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് കുതിർത്തി പിന്നെ ഒന്ന് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തുള്ള അരി
ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്നത് ഗ്രീൻ പീസാണ്. അപ്പം ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് അതിലേക്ക് ഇടുന്നത്. അപ്പം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ പുലാവിനുള്ള റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തുള്ള റൈസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു പകുതി റൈസ് ഇട്ടിട്ട് നമുക്കതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്തുള്ള സവാളയും അതുപോലെ തന്നെ കുറച്ച് നെയ്യിലാണ് റോസ്റ്റ് വറുത്തെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതേ പകുതി പുലാവ് അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത്രയും മാത്രമേ ഇടണുള്ളൂ ഞാൻ. അപ്പം അത് ഇട്ടു. പിന്നെ ബാക്കിയുള്ള പുലാവും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ പുലാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അത് മാറ്റി വെച്ച് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പം അധികം വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സാധാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 സവാളയ്ക്ക് ഉണ്ടാവും. വലിയ സവാളേന് 3 സവാള എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടാവും ചതച്ചെടുത്തത്, പിന്നെ 6-7 വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ ഇരിപ്പുള്ളൂ. അപ്പം അതൊന്ന് പുലാവിലേക്ക് ഒരു കറി ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും. അപ്പോൾ ഇത്രയാണ് പൊടികൾ ഞാൻ ചേർക്കണത്. അപ്പം അതും കൂടി ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1-2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മൂടി വെച്ച് കൊടുക്കുമ്പോൾ തക്കാളി നല്ലോണം ഒന്ന് അതിൽ ചേർന്ന് വരും. അപ്പോൾ അതേ തക്കാളി ഇട്ട് ചെറിയ തീയിലൊന്ന് 1-2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചു. അപ്പോഴേക്കും തക്കാളിക്ക് അതിൽ കിടന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ചിക്കനൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതേ ചിക്കനും ഉപ്പും ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് മൂടി വെച്ചു. 1-2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല കട്ടി തേങ്ങാപ്പാലൊന്നുമല്ല, കുറച്ച് വെള്ളം കൂട്ടി അടിച്ചെടുത്തുള്ള നാളികേരപ്പാലാണ് കേട്ടോ. അപ്പം അത് ഏകദേശം 1 ഗ്ലാസ്സോളൊക്കെ ഉണ്ടാവും നാളികേരപ്പാൽ. അപ്പം ഇത് നാളികേരപ്പാലിൽ കിടന്നിട്ടാണ് ഇത് വെന്ത് വരുന്നത്. അപ്പം നാളികേരപ്പാൽ ഒഴിച്ചു. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് നന്നായി ഒന്ന് തിള വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ഉരുളൻകിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തുള്ള ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ചെറിയ തീയിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഒന്നിട്ട് ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. അപ്പം നല്ല വെജിറ്റബിൾ പുലാവും
ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.